ഒരു മനുഷ്യൻ്റെ ജീവിതം മാങ്ങാക്കാലം തമ്മിൽ എന്താ ബന്ധം എന്ന് ആലോചിച്ചുണ്ടോ? ഇനി നിഗൂഢമായിട്ടൊരു മൂലക്കിരുന്ന് ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരു 4-5 മാസം മുന്നേ നമുക്ക് എല്ലാവർക്കും മാങ്ങ തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെ മാങ്ങയൊക്കെ മാവിൻ്റെ ചോട്ടിൽ വെറുതെ ചീത്ത് പഴുത്ത് ചീഞ്ഞ് നാറി കിടക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുറ്റത്ത് ഇങ്ങനത്തെ ഈ ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്നിരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതിനൊന്നും വലിയ വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനോട് അത്രയേറെ ഇഷ്ടമാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓക്കെ അതവിടെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു മെയിൻറ്റേക്കാരം. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വീട്ടിലിപ്പോൾ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും റയറായിട്ട് ഉണ്ടായിട്ട് ഒരു കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ ഉണ്ടായിട്ട് ആകെ 10-15 കായൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അത് ഭയങ്കര സ്പെഷ്യലായിക്കാരം. ഫാമിലിയിൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിക്കാരം. എല്ലാവരും അത് ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യും. ഇപ്പോൾ ഇമ്മാരുടെ അടുത്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അത് എടുത്ത് വെക്കും. അല്ല ഒരു മരം നിറച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പുതുമയിലൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിക്കാരം. പിന്നെ പിന്നെ പോകുന്നത് ഭയങ്കര നോർമലൈസ്ഡ് ആയി പോകും. അല്ലെങ്കിൽ അത് പിന്നെ കേടൊന്ന് കിടന്നാൽ പോലും ആരും നോക്കാത്ത അവസ്ഥ വരും. ഒരു റിലേഷൻഷിപ്പിൽ ഈ ഹണിമൂൺ സ്റ്റേജൊക്കെ കടന്നു പോണ പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇത് മനുഷ്യന്മാരെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഹ്യൂമൻസിൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പരിഗണന കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അത് ഇല്ലാണ്ടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് അങ്ങനെ ഉണ്ടോ തോന്നുന്നത്, നമ്മൾ അവൈലബിലിറ്റി എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിഗണന കിട്ടിക്കൊണ്ട് നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അത് കുറയുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കിട്ടാത്ത സ്ഥലത്തിൻ്റെ കാര്യമല്ല, കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അത് കുറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ അവൈലബിലിറ്റി ഒക്കെ ഒന്ന് കുറക്കുക. അപ്പോൾ നമ്മൾ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്തേക്ക് തന്നെ വരും. പിന്നെ ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ 24/7 വാല്യുബിൾ ആയിട്ടും അവൈലബിൾ ആയിട്ടും നമ്മളെ പ്രയോറിറ്റി മൊത്തം കൊടുത്തിട്ടും ഒരു പേഴ്സൺ നമ്മളെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമുക്ക് അത്രയും വാല്യൂ തന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ തന്ന പ്രയോറിറ്റി തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് ഒരു ഫ്രീ ആയിട്ടും ഇതായതുകൊണ്ടല്ല, ഒരിക്കലും നമ്മൾ അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഓരോരിക്കലും നമ്മളുടെ ലൈഫിൽ നിന്ന് പോകാണ്ട് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ശുഭദിനം.